ഹലോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ പാനിപ്പൂരി കഴിക്കുന്നത്. ആ പാനിപ്പൂരി കഴിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളെൻ്റെ ഈ മുഖത്ത് കാണുന്നത്. ഇന്ന് ഇൻസ്റ്റയിൽ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയിലേക്ക് ഈ പാനിപ്പൂരി കഥ കയറി വന്നത്. അങ്ങനെ പിന്നെ കൊതി വന്നിട്ട് പിന്നെ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല. അതേ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നതേ പാനിപ്പൂരി കഴിക്കാനായിട്ട് വെച്ച് പിടിച്ചു. അങ്ങനെ നേരെ കടയിലെത്തി 3 ഓർഡറും കൊടുത്തു. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് പാനിപ്പൂരി ഉണ്ട്, ദഹിപ്പൂരി ഉണ്ട്, മസാലപ്പൂരി ഉണ്ട്. അങ്ങനെ 3 ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ അത് കിട്ടാനുള്ള കാത്തിരിപ്പിലാണ്. അതാ ചേട്ടൻ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അത് നോക്കിയിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ ദഹിപ്പൂരിയാണ് കേട്ടോ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാത്തു നിന്ന് സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആക്രാന്ത മൂത്താണ് 3 പേരും ഓരോന്നെടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ പാനിപ്പൂരി ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ 4-5 പ്ലേറ്റ് അങ്ങ് തപ്പി. ഞാൻ ഈ 5 കണക്ക് പറയുന്നത് കേട്ടോ നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഈ ദഹിപ്പൂരി നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ 2 പ്ലേറ്റ് കൂടെ മേടിച്ചു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞു. ഞങ്ങൾ വല്ലപ്പോഴുമാണ് ഇങ്ങനെയൊക്കെ ഒരു ഔട്ടിങ് വന്നിട്ട് വെളിയിൽ നിന്ന് കഴിക്കാറൊക്കെ ഉള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് കിട്ടാറുമില്ല. പിന്നെ ഡ്യൂട്ടിയൊക്കെ പല രീതിയിലല്ലേ, അങ്ങനെ സമയവും കിട്ടത്തില്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ 3 പേരും ഒരാൾക്ക് വേണ്ടി ഒരു പാഴ്സലും വാങ്ങിയത് ക്ഷീണിച്ചുള്ള ഇരിപ്പാണ് നിങ്ങളിത് കാണുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ പാനിപ്പൂരിയുടെ അവസ്ഥ ഇതായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ